കൊല്ലം ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം തിരികെ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. 2013 കൊടിമരം സ്ഥാപിച്ച് മാസങ്ങൾക്കുള്ളിൽ ക്ലാവ് പിടിച്ചു. പകരം സ്ഥാപിച്ചത് ചെമ്പ് കൊടിമരം. കൃത്യമായ അന്വേഷണം നടത്തി ദേവസ്വത്തിന്റെ പക്കലുള്ള സ്വർണ്ണപ്പറകൾ അളവ് തിട്ടപ്പെടുത്തി തിരികെ നൽകണമെന്ന് ക്ഷേത്ര ഉപദേശക സമിതിയും ആവശ്യപ്പെടുകയാണ്. 2013 ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തർ സ്വരൂപിച്ച തുക കൊണ്ടാണ് ക്ഷേത്രത്തിൽ സ്വർണ്ണക്കൊടിമരം സ്ഥാപിച്ചത്. 6 കിലോ സ്വർണത്തിൽ 5.5 കിലോ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും കൊടിമരത്തിലെ സ്വർണ്ണപ്പറകളുടെ നിറം മങ്ങുകയായിരുന്നു. തുടർന്ന് ഭക്തർ ഹൈക്കോടതിയെ സമീപിച്ചു. പിന്നാലെ സ്വർണ്ണക്കൊടിമരം മാറ്റി താൽക്കാലികമായി ചെമ്പ് കൊടിമരം സ്ഥാപിച്ചു. സ്വർണ്ണപ്പറകൾ ഹൈപ്പാട്ടെ ദേവസ്വം സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. എന്നാൽ 1 വർഷമാകാറായിട്ടും സ്വർണ്ണക്കൊടിമരം തിരികെ സ്ഥാപിക്കാനോ സ്വർണ്ണപ്പറകൾ ക്ഷേത്രത്തിന് നൽകാനോ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല എന്നതാണ് പരാതി. നമ്മുടെ സ്വർണ്ണപ്പറ 2 വട്ടം പരിശോധിച്ചത് ഈ സ്വർണ്ണമാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെ ഇത് ചാക്കി കെട്ടി വെക്കേണ്ട കാര്യമില്ലല്ലോ. അത് തിരിച്ചിവിടെ തന്നെ ഭഗവാനെ സമർപ്പിക്കുക. ശബരിമലയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ് ഇത്. പിന്നെ അതിനേക്കാട്ടിലും വലിയ കൊള്ളയാണ് ഇവിടെ നടന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇത് ചാക്കി കെട്ടി വെക്കാനുള്ളതാണോ? ഇത് 2 വട്ടം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം BSSC പരിശോധിച്ച് സ്വർണ്ണമാണെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇത് ചാക്കി കെട്ടി വെക്കേണ്ട കാര്യം എന്തുവാ? ചാക്കി കെട്ടി വെച്ചിട്ട് ഈ കൊടിമരം സ്ഥാപിക്കാൻ പോയപ്പോൾ ആ പറ ഇവിടെ ഈ പറ ഇവിടെ കൊണ്ടിട്ടാൽ മതിയായിരുന്നു, അത് റിട്ടേൺ ചെയ്താൽ മതിയായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞായിരുന്നു ഇത് ഇളക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ തന്നെ ഇത് തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന്. അത് ഇവർ പാലിക്കുന്നില്ല. അതിന് പകരം ഇത് ഹരിപ്പാട് ഷോറൂമിൽ കൊണ്ടുവന്ന് ചാക്കിനകത്ത് കെട്ടിവെച്ചേക്കുന്നതെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ മാസം എനിക്ക് വിവരാവകാശം തന്നേക്കുന്നത്. 2022 ദേവസ്വം വിജിലൻസ് പരിശോധന നടത്തി സ്വർണ്ണപ്പറകൾക്ക് നിറഭേദം വന്നതായി റിപ്പോർട്ട് നൽകി. ചാക്കിൽ കെട്ടി സൂക്ഷിക്കുന്നതായി പറയുന്ന സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തി തിരികെ എത്തിക്കണമെന്നതാണ് നിലവിലെ ക്ഷേത്ര ഉപദേശക സമിതിയും ആവശ്യപ്പെടുന്നത്. എല്ലാവരും ഇതിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടിയാണ് ഇതുവരെ കേസിനും വഴക്കിനും ഒക്കെ പോയത്. പക്ഷേ നമുക്കറിയാനുള്ളത് ഈ മുൻ ഉപദേശക സമിതി പ്രസിഡന്റ് പറഞ്ഞ മാതിരി 5.5 കിലോ സ്വർണ്ണമാണ് ഭക്തജനങ്ങളുടെ കോൺട്രിബ്യൂഷനിൽ ദേവസ്വം ബോർഡിന് കൊടുത്തത്. അങ്ങനെയാണ് ഇവിടെ കൊടിമരം വന്നത്. പക്ഷേ ആ പറ ഇളക്കിക്കൊണ്ട് പോയിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി നിശ്ചയിക്കാനോ ആ പറ ഇപ്പോൾ എവിടെ ഉണ്ടെന്നോ നമുക്കറിഞ്ഞിട്ടില്ല. വലിയ പ്രയത്നമായിരുന്നു കൊടിമരം സ്ഥാപിക്കാനായി ഭക്തരെ ഒത്തുചേർത്ത് നടത്തിയതെന്ന് 2013 കാലഘട്ടത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റായിരുന്ന അരവിന്ദാക്ഷൻ നായർ പറഞ്ഞു. സ്വർണ്ണക്കൊടിമരം സ്ഥാപിക്കുന്നതിന് ആവശ്യമായി വരുന്ന സ്വർണത്തിൻ്റെ 50% അല്ലെങ്കിൽ തത്തുല്യ സംഖ്യ അന്നത്തെ വിലയനുസരിച്ച് കൊടുക്കാമെന്ന് ഉള്ള ധാരണയിൽ ബോർഡും ഹൈക്കോടതിയും ഉത്തരവ് ആയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഇവിടെ വളരെ ബൃഹത്തായ ഒരു കമ്മിറ്റിയൊക്കെ കരുനാഗപ്പള്ളി AC-യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് 251 പേരുടെ ഒരു കമ്മിറ്റി തന്നെ എടുത്തു കൊടിമര കമ്മിറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിൽ അനുസരിച്ച് റെക്കോർഡ് സമയം കൊണ്ട് ഏതാണ്ട് 86 ലക്ഷത്തി ചില്ലുവാനും രൂപ ഞങ്ങൾ ദേവസ്വം ബോർഡിലേക്ക് 4 ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടച്ചു. ഭക്തജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. എത്രയും വേഗം കൃത്യമായ അന്വേഷണം നടത്തി സ്വർണ്ണക്കൊടിമരം ക്ഷേത്രത്തിൽ തിരികെ സ്ഥാപിക്കണമെന്നതാണ് ഭക്തരുടെ ആവശ്യം. ജനം, കൊല്ലം.